വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റെബേക്ക യാരോസ് എഴുതിയിരിക്കുന്ന ഓണിക്സ് സ്റ്റോൺ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഓണിക്സ് സ്റ്റോൺ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഹാഷേ ഇന്ത്യ ആണ്. ഇതിൻ്റെ വില 1599 രൂപയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 399 രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത്. ഇപ്പം നമ്മൾ ആദ്യത്തെ 2 പുസ്തകം ഇപ്പോൾ ഈ ഫാൻറ്റസി നോവൽസ് വായിക്കുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ 2 വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാമത്തത് വായിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളതിനെ അങ്ങനെ ഒരു പോയിന്റിൽ കൊണ്ടിട്ടാണ് ഇവർ നിർത്തുന്നുണ്ടാവുക. ഓണിക്സ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ, ഞാൻ അയൺ ഫ്ലെമിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ അതിനകത്ത് സെയ്ഡൻ വെനിനായി മാറുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് വെനിനായിട്ട് മാറിയ സെയ്ഡന് എന്തെങ്കിലും ഒരു മരുന്നുണ്ട് ഈ വെനിൻ അല്ലാതെയാക്കാൻ. അതായത് ഒരു അസുഖം മാറുന്നു, ഇപ്പോൾ ഒരു ക്യാൻസർ ആണെങ്കിൽ ക്യാൻസർ മാറ്റുന്നത് പോലെ ഈ വെനിൻ അല്ലാതെയാക്കാൻ, സെയ്ഡിനെ അല്ലാതെയാക്കാൻ ആയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് വെനിനെതിരായിട്ട് ഏറ്റവും വലിയ ആയുധം വാർഡ് സ്റ്റോൺ ആണ്, വലിയ ഒരു സ്റ്റോൺ. അപ്പോൾ ആ വാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 ഡ്രാഗൺസിനെയാണ് വയലറ്റ് അറിയുള്ളൂ. അങ്ങനെ ഇവർ പഴയ ഈ ഈ നാടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഡ്രാഗൺസും ഗ്രിഫിൻഡറും ഒക്കെ കൂടിച്ചേരുന്ന, അതായത് യൂണിയൻ ഉണ്ടാവുന്ന സമയത്ത്, ഈ മാജിക് ഉണ്ടാവുന്ന സമയത്തുള്ള ആളുകളുടെ ജേർണൽസൊക്കെ വായിച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഒരെണ്ണത്തിൽ പറയുന്നത് 7 ഡ്രാഗൺസ് ഉണ്ടെന്ന്. അപ്പോഴാണ് വയലറ്റിന് മനസ്സിലാവുക ഈ അൻഡാർണ എന്ന് പറഞ്ഞത് 7ാമത്തെ ഡെന്നിലുള്ള, മീൻസ് ഓരോ ഡെന്നാണ്, ഓരോ കാറ്റഗറിയാണ്. ഓറഞ്ച് ടെയിൽ, ബ്ലാക്ക്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഇതുണ്ട്. അതിലിപ്പോൾ വയലറ്റിന് അറിയുന്നത് 6 എണ്ണമായിരുന്നു. പക്ഷേ ഇതിനകത്ത് പറയുന്ന 7 ഡ്രാഗൺസിൻ്റെ മീൻസ് അവരുടെ പവർ കൊണ്ടിട്ടാണ് ഈ വാർഡ് സ്റ്റോൺ ഇതാക്കിയിരിക്കുന്നത്. അങ്ങനെ 6 ഈ ഡ്രാഗൺസ് ഇവിടെ ഉണ്ട്. ഇനി 7ാമത്തേതെന്ന് പറഞ്ഞാൽ അൻഡാർണയാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ അൻഡാർണയുടെ ഡെൻ ഏതാണ്, അൻഡാർണയുടെ പൂർവികരാലല്ല, അൻഡാർണയുടെ ഫാമിലി ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ മൊത്തം രാജ്യത്തൊക്കെ സഞ്ചരിക്കുന്നതാണ് ഈ ഓണിക്സ് സ്റ്റോമിൻ്റെ കഥ വരുന്നത്. പല രാജ്യങ്ങളിൽ ചെന്ന് പിന്നെ അവരവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കാർഡും കാര്യങ്ങളൊക്കെ അവിടുത്തെ ലൈബ്രറി യൂസ് ചെയ്യാം. പിന്നെ പോരാത്തതിന് ഈ അൻഡാർണയുടെ ഫാമിലീനെ കാടുകളിലും ഒക്കെ തപ്പുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെനിനെതിരെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളോട് സഹായം അവരുടെ ആർമീനെയും കൂടി ചോദിക്കുക. ഇതൊക്കെയാണ് ഈ ഓണിക്സ് സ്റ്റോമിൽ പറയുന്നത്. അങ്ങനെ ഇതിനകത്ത് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ അപ്പോൾ അവിടെ അവരുടെ ഭാഷ വേറെ ആയിരിക്കും. ചില സ്ഥലത്ത് ഈ ഡ്രാഗൺ അല്ലെങ്കിൽ ഇവർക്ക് മാജിക് വർക്ക് ചെയ്യാത്ത രാജ്യങ്ങളുണ്ടാവും. തേറൻ എന്ന് പറയുന്ന ഡ്രാഗൺ പറയുന്ന കാര്യങ്ങൾ മെൻ്റലിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെലിപ്പതി സംസാരങ്ങളൊക്കെ കട്ടായി പോകും. അപ്പോൾ മറ്റുള്ള കുറച്ചൊക്കെ ചില സ്ഥലത്ത് ടേറിന് പവർ ഉള്ളത് കൊണ്ട് ടേറിനും വയലറ്റിനും സംസാരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ സംസാരിക്കുന്നത് ഡ്രാഗൺസിന് മനസ്സിലാവില്ല, ഡ്രാഗൺസ് പറയുന്നത് ഇവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഓരോ സ്ഥലത്ത് ഓരോ പ്രതിസന്ധികളും. ചില സ്ഥലത്ത് ഇവരുടെ കൂടെ വന്ന ആളുകൾ മരിക്കുകയും പിന്നെ ചിലർ ബുദ്ധി പരീക്ഷിക്കുന്ന ടെസ്റ്റുകളും അതിനകത്ത് ഒരാൾ മരിക്കുകയും, അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകളിലൂടെയാണ് ഇവർ ആർമിയൊക്കെ വയലറ്റും സെയ്ഡനും ഒക്കെ പോയിട്ട് ആർമിയൊക്കെ ഉണ്ടാക്കി വരുന്നത്. പക്ഷേ അവസാനത്തിൽ ഈ അറേഷ്യ എന്ന് പറഞ്ഞ നാട്ടിൽ വാർഡ് സ്റ്റോൺ ഇല്ല. 7ാമത്തെ ഡ്രാഗൺ ഇവർ കണ്ടുപിടിക്കും, അൻഡാർണയുടെ ഫാമിലീനെ കണ്ടുപിടിക്കും. പക്ഷേ അൻഡാർണേനെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് മനുഷ്യന്മാർ ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞിട്ട് അവർ വരില്ല എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ അൻഡാർണയ്ക്കാണെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ വയലറ്റിന് പവർ കൊടുത്തത് കൊണ്ട് അൻഡാർണയുടെ വളർച്ചയൊന്നും അത്ര നന്നായിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവരുടെ ഫാമിലിക്കാർ ഒക്കെ ഈ വയലറ്റിനെയും അൻഡാർണേനെയും ഒക്കെ കുറ്റം പറയും. അങ്ങനെ അൻഡാർണ ഭയങ്കര വിഷമത്തിലാണ് എല്ലാവരും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് ആർമിയൊക്കെ കുറച്ച് സ്ഥലത്തു നിന്നൊക്കെ ആർമിയൊക്കെ കിട്ടി തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വരുന്നതിൽ നിന്നാണ് ഈ അൻഡാർണ ഭയങ്കരമായിട്ട് മൂടിയാവും. മീൻസ് അവളൊരു ഒരു കൗമാരക്കാരി ഡ്രാഗണാണ്. അപ്പോൾ അവളുടേതായ കുറേ ചേഷ്ടകളൊക്കെ ഉണ്ട്. നല്ല ഇഷ്ടമാവും നമുക്ക് ആ ഡ്രാഗൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഡ്രാഗൺ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അറേഷ്യ എന്ന് പറഞ്ഞാൽ, അതായത് ഈ സെയ്ഡൻ്റെ രാജ്യത്തിൽ വാർഡ് സ്റ്റോൺ തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ അവിടേക്ക് ആൾക്കാർ ഈ തിയോ
തിയോഫനി എന്ന് പറഞ്ഞിട്ടുള്ള ഡാർക്ക് വീൽഡറും ഒക്കെ കൂടി അവിടെ അറ്റാക്കിന് വരികയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവരുടെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവള് ആ തിയോഫനീനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വയലറ്റ് ആളെ കൊന്നതിന് ശേഷം ബോധം കെട്ട് വീഴുമ്പോൾ പിന്നെ ഉണ്ടാവുന്നത് ഒരു സ്വപ്നത്തിൽ അവൾ കാണുന്നത് അവൾക്ക് എന്താണ് കല്യാണം കഴിഞ്ഞു, സെയ്ഡനായിട്ടുള്ളൊരു റിംഗ് എക്സ്ചേഞ്ച്മെൻറ്റ് നടന്നിട്ടുണ്ട്, സെയ്ഡനെ കാണാനുമില്ല എന്നുള്ള രീതിയിലാണ് ഈ ഓണിക്സ് സ്റ്റോം എന്ന് പറഞ്ഞ പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഇനി പിന്നെ 4ഉം 5ഉം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിരിക്കുന്നത്. ഇനി 4ാമത്തെ ഇറങ്ങട്ടെ, അപ്പോൾ ഞാൻ അത് വായിച്ചിട്ട് അതിൽ റിവ്യൂ ചെയ്യാം. 3 പുസ്തകം ബെസ്റ്റ് സെല്ലർ ആയാലും എനിക്ക് എന്നിട്ട് അതിശയമൊന്നും തോന്നില്ല. നല്ല രീതിയിൽ നമുക്ക് വായിക്കാനായിട്ട് നല്ല ഭയങ്കര മികച്ച ഫാൻറ്റസിയാണ് ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ സീൻസ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും. ഇപ്പോൾ ഇതിലിപ്പോൾ 3 പുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയൺ ഫ്ലെയിം ആണ്. അതിൻ്റെ അത്രയ്ക്ക് 3ാമത്തെ പുസ്തകമായ ഓണിക്സ് സ്റ്റോം അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ടില്ല. പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ 3 അവസാനിക്കും, അപ്പോൾ ഇതിൽ ചിലപ്പോൾ സെയ്ഡൻ തിരിച്ചാവും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് വായിച്ചു തുടങ്ങിയത്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ എൻഡിങ്. ഇതൊക്കെ ഭയങ്കര വലിയ പുസ്തകങ്ങളാണ്, 690. പക്ഷേ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം ഒരു എന്താ പറയുക ഡിന്നറൊക്കെ കഴിഞ്ഞിരുന്ന് വായിക്കുമ്പോൾ എനിക്കൊരു ഒരാഴ്ച കൊണ്ടൊക്കെ വായിക്കും. കാരണം നല്ല സ്മൂത്തായിട്ട് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ വായിച്ചു പോകാൻ പറ്റും. ഭയങ്കര ഹെവി ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നുമല്ല. കാരണം ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ഹാരി പോട്ടറൊക്കെ വായിക്കുന്നത് പോലെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. അപ്പോൾ നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കധികം ഫാൻറ്റസി വായനയില്ല. ഇപ്പോഴാണ് ഞാനിങ്ങനെ ഫാൻറ്റസി വായിക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം നാർണിയും ലോർഡ് ഓഫ് റിങ്സും ഒക്കെ വായിച്ച് അത്രയും ഞാൻ ഫാൻറ്റസി വായനയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ വായിക്കാൻ കുറച്ചും കൂടി ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്രൈം ത്രില്ലറിൻ്റെ ഒപ്പം തന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോൺറിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി ഓണിക്സ് സ്റ്റോം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.